അപ്പോഴും വണ്ടി നിർത്തില്ല. ഡ്രൈവർ അതിലേക്ക് ഇങ്ങനെ കൊണ്ട് കിടത്തി. അപ്പോൾ അവിടെയുള്ള പിള്ളേരുകൾ ഉണ്ടായിരുന്നല്ലോ ട്രെയിനിൽ. അവർ എടുത്ത് വണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് എടുത്ത് കൊണ്ടുപോടാന്ന് പറഞ്ഞു. അവർ പകുതി വരെ എത്തിച്ചു. അപ്പോൾ ആംബുലൻസ് അപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ അറിവിൽ പെട്ടത്. അവിടെ ഹോസ്പിറ്റലുള്ളവരെന്താ പറഞ്ഞു? അവർ പറഞ്ഞു 10 മണിക്ക് എത്തുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഈ മകന്റെ കൂടെ ഉണ്ടായിരുന്ന അതെ, അവൻ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടിയെ അവര് പരാതി കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കും വിഷമിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി വന്നു. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, അപ്പോൾ യുവാവിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുടുംബാംഗം പറയുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം ഒരു നിസ്സഹായാവസ്ഥയുണ്ട് അവിടെ. ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നോ സൂരജ്? ഇത് റെയിൽവേ പ്ലാറ്റ്ഫോം ഒക്കെ ആണല്ലോ, അപ്പോൾ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ സൂരജ്? ഉന്മേഷ്, ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ, അതായത് ഈ ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ഈ യുവാവിന് അതിനു മുമ്പ് തന്നെ, അതായത് പട്ടാമ്പിക്കടുത്തെത്തുന്ന സമയത്ത് യുവാവിന് ചെറിയൊരു നെഞ്ചുവേദന തോന്നുന്നു. അത് ഗ്യാസാണ്. ഷൊർണൂരിൽ നിന്ന് ഈ ട്രെയിൻ എടുത്ത് കുറച്ചു ദൂരം പിന്നിടുന്നതോടുകൂടിയാണ് യുവാവിന് ഈ നെഞ്ചുവേദന കലശലാവുകയും പിന്നീട് യുവാവ് തളർന്ന് ഈ സീറ്റിലേക്ക് ഇരിക്കുകയും ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ഇവർ ഈ TT വിവരം അറിയിക്കുന്നത്. ആദ്യം വരുന്നത് ഈ വള്ളത്തോൾ നഗർ സ്റ്റേഷനാണ്. വള്ളത്തോൾ നഗർ പിന്നിടുമ്പോഴാണ് ഇതെല്ലാവരും അറിഞ്ഞ് മറ്റുള്ളവർ വിവരം അറിയിക്കുന്നത്. അപ്പോൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ആദ്യഘട്ടത്തിൽ ഈ ട്രെയിൻ നിർത്താൻ ഒരു ശ്രമം അത് യാത്രക്കാരും TT ഒക്കെ നടത്തുന്നുണ്ട്. TTയോട് പറയുന്നുണ്ട് യാത്രക്കാർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യഘട്ടത്തിൽ TT പറഞ്ഞത് ഈ ട്രെയിനിന് ഇനി തൃശ്ശൂരിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ, അവിടെ നിർത്താൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി അതിനിടയിൽ തന്നെ യുവാവിൻ്റെ അവസ്ഥ വീണ്ടും മോശമാകുന്നു. ഇതോടുകൂടിയാണ് TT ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റ് സഹ TTമാരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ 3 TTമാർ ഒന്നിച്ചുകൂടിയാണ് യുവാവിൻ്റെ ഈ ആരോഗ്യാവസ്ഥ കണ്ട് ഇത് മോശമാകും, അടിയന്തരമായി തന്നെ വൈദ്യസഹായം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേഷനിൽ വിളിച്ച് ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്റ്റേഷനിൽ ഈ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്ന നിർദ്ദേശം നൽകുന്നു. അത് കൺട്രോൾ റൂമിൽ അടക്കം അറിയിച്ചു, ലോക്കോ പൈലറ്റിന് വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് ഈ മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിർത്തുന്നത്. സ്വാഭാവികമായ ട്രെയിൻ നിർത്തി യുവാവിനെ ഇറക്കുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും കരുതുന്ന ഈ ആംബുലൻസ് അടക്കം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യാത്രക്കാരെ യുവാവിനെ കയ്യിൽ വാരി എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഒരു 20-25 മീറ്റർ നീങ്ങുമ്പോഴാണ് ഒരു സ്ട്രക്ചർ വീൽ ചെയർ പെട്ടെന്ന് ഒരു TTR കൊണ്ടുവരുന്നത്. അങ്ങനെ അതിനകത്തിരുത്തിയ യുവാവിനെ പിന്നീട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി പ്ലാറ്റ്ഫോമിൽ തന്നെ കിടത്തുകയാണ്. പക്ഷെ അപ്പോഴും ഇവർ പറയുന്നത് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ആ ആംബുലൻസ് ഇപ്പോൾ വരും. അത് ആ ദൃശ്യത്തിൽ കാണാം. ഈ വയർലെസ്സിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലൊക്കെ പറയുന്നുണ്ട് ആംബുലൻസ് വരും, തങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേഷനകത്തുള്ള ആളും ഈ ഫോണിൽ സംസാരിക്കുന്ന ആളെല്ലാം തന്നെ ഈ ആംബുലൻസ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ വാഹനം വരും എന്ന് കരുതി ഈ യുവാവിന് CPR അടക്കം നൽകിക്കൊണ്ട്, അതായത് ഇവരെ സംബന്ധിച്ച് അവിടെ ആ യുവാവിൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഈ സഹയാത്രക്കാരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവിടെ അവർ ഒരു നേഴ്സിനെ എത്തിക്കുന്നു. ആ നേഴ്സ് പ്രാഥമികമായി ചികിത്സ നൽകുന്നു. ഒപ്പം ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന യുവാവിൻ്റെ സുഹൃത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന യുവതിയാണ്. ആ യുവതി ഈ യുവാവിനെ പരിചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേഴ്സ് തൻ്റെ കയ്യിൽ ഇത് നിൽക്കില്ല എന്ന് പറയുമ്പോൾ ഈ യാത്രക്കാർ തന്നെ, ഒപ്പം ഉണ്ടായിരുന്ന ഈ യാത്രക്കാർ തന്നെ ഈ പല കമ്പാർട്ട്മെൻറ്റുകളിലും കയറി ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഡോക്ടറെ കൊണ്ട് ഈ പ്രാഥമികമായി ചികിത്സ നൽകുന്നു. അങ്ങനെ അവരെല്ലാവരും ഇവരുടെ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇപ്പോൾ ആംബുലൻസ് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 25 മിനിറ്റുകൾക്ക് ഇപ്പുറമുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് അവർ ഓടി വന്ന് എന്താ ഇതുവരെ ആംബുലൻസ് വന്നില്ലേ എന്ന് ചോദിച്ച് ഇയാളുമായി, അതായത് തർക്കിക്കുന്നതാണ്, സ്റ്റേഷൻ മാസ്റ്ററുമായി തർക്കിക്കുന്നതാണ് ദൃശ്യത്തിൽ. ഒടുവിൽ ആ തർക്കത്തിനൊടുവിൽ അവർ പറയുന്നുണ്ട് നിസ്സഹായമായി ആ യുവാവിൻ്റെ ജീവൻ പോയി, യുവാവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായമായ ആ സ്റ്റേഷനകത്തേക്ക്, സ്റ്റേഷൻ്റെ ഓപ്പറേഷൻ റൂമിനകത്തേക്ക് കയറി വന്നുകൊണ്ട് ആ യുവതി, അതായത് യുവാവിനൊപ്പം ഉണ്ടായിരുന്ന യുവതി അടക്കം പൊട്ടിക്കരയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം അരമണിക്കൂർ നേരം ഒരു ജീവൻ കയ്യിൽ പിടിച്ച് ഇപ്പോൾ ആംബുലൻസ് അപ്പോൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ജീവനും കയ്യിൽ പിടിച്ച് കാത്തു നിന്ന ഒരു ആളുകളാണ്. ആ ട്രെയിനിനകത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവരാൾ കഴിയുന്നതെല്ലാം ചെയ്തതാണ്. അവർ പറയുന്നുണ്ട് ഈ ആംബുലൻസ് എത്തില്ല എന്ന് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും വിളിച്ചു തന്നുകൂടെ എന്ന്. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ഈ സ്റ്റേഷൻ മാസ്റ്റർ കരുതുകയാണെങ്കിൽ, റെയിൽവേ ഉദ്യോഗസ്ഥർ കരുതുകയാണ് ഈ ആംബുലൻസ് വരില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഈ യുവാവിനെ എത്തിക്കാൻ കഴിയുമായിരുന്നു ഈ ആശുപത്രിയിൽ ഇതിനോടകം തന്നെ. പക്ഷെ അപ്പോഴും ഈ ആംബുലൻസ് എത്തുമെന്ന പ്രതീക്ഷയിൽ ഇവരെല്ലാവരും ആ പ്ലാറ്റ്ഫോമിൽ കാത്തിരുന്നു. പക്ഷെ ആംബുലൻസ് എത്തിയതുമില്ല. ഈ ഒടുവിൽ ഈ ആംബുലൻസ് എത്തിയപ്പോഴേക്കും യുവാവിൻ്റെ ജീവൻ നഷ്ടമായി എന്നുള്ളത് തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ചും ഈ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരെ സംബന്ധിച്ചും എല്ലാം തന്നെ
തന്നെ അവർ വലിയ പ്രതിഷേധത്തിലാണ്, കടുത്ത പ്രതിഷേധത്തിലാണ്. അവരെല്ലാവരും പറയുന്നുണ്ട് ഈ ആംബുലൻസ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഈ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരുമായെല്ലാം സംസാരിച്ചതാണ്. അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾക്ക് ഇയാളുമായിട്ടൊരു മുൻപരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ തങ്ങളെല്ലാവരും അയാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റുകളിലെല്ലാം കയറി ഇറങ്ങിയൊക്കെ ഒരു ഡോക്ടറെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നതും പ്രാഥമികമായി തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ അപ്പോഴും തങ്ങൾ എല്ലാം ചെയ്തത് വെറുതെയായി, നിസ്സഹായരായി, തങ്ങൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു ഈ ആംബുലൻസ് എത്താത്തത് കൊണ്ടെന്ന് അവരും പറയുകയാണ്. എന്തായാലും നമ്മുടെ നാടിനെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അടിവരയിട്ട് പറയാം. കാരണം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് 5 മിനിറ്റ് ദൂരം മാത്രമുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ആംബുലൻസ് കിട്ടാതെ ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.